ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ വിത്ത് ജിൻസി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗെയിമിംഗ് വീഡിയോ ആണ്. ഗെയിമിന്റെ പേര് ആൻസർ ഓൺലി ഇൻ മലയാളം. പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ്. അപ്പൊ ഒരു ഒന്നും വീഡിയോ എടുക്കാവുന്ന ആൻസർ ഓൺലി ഇൻ മലയാളം പലർക്കും അറിയായിരിക്കും, പലരും ചെയ്തിട്ടും ഉണ്ട് ഇത്. സോ ഇതിന്റെ റൂള് ഞാൻ പറഞ്ഞുതരാം. ആൻസർ ഓൺലി ഇൻ മലയാളത്തിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാളോട് ആ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇംഗ്ലീഷോ ഹിന്ദി എന്ത് വേണമെങ്കിലും ഇൻവോൾവ് ചെയ്യാം, മലയാളത്തിനും കൂടെ കുഴപ്പമില്ല. ബട്ട് ആൻസർ ഫുൾ മലയാളം ആയിരിക്കണം. അതിനകത്ത് ഒരു വേർഡ് പോലും ഇംഗ്ലീഷിൽ ചേർക്കാൻ പാടില്ല. മൂന്ന് ചാൻസസ് ഉണ്ട്. 3 ചാൻസ് ഓക്കെ. ഇംഗ്ലീഷിൽ 3 പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ 3 കൂടുതലായി കഴിഞ്ഞാൽ ഔട്ട് ആയിപ്പോ. ഓക്കെ, എല്ലാവർക്കും റൂൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൊച്ചിനും മനസ്സിലായി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനായിരിക്കും ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൊച്ചൻ എങ്ങനെയാണ് നാട്ടില് അല്ലെങ്കിൽ ചെറുപ്പത്തില് സ്കൂളിൽ പഠിക്കാൻ പോയത്? എന്താ പറയുന്നത്, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോയല്ലോ വാഹനത്തിലോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു കൊച്ചൻ സ്കൂളിൽ പോയത്? ഞാൻ ആദ്യമേ നടന്നാണ് പോയത്. പിന്നീട് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. അപ്പൊ നടന്നു പോയി അല്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിലാണ് സ്കൂളിൽ പോയത്. ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൊച്ചിന് ആദ്യമായിട്ട് ജോലി കിട്ടിയത് ഏത് വർഷമായിരുന്നു? അത് ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പൊ ഏത് വർഷത്തിലായിരുന്നു ആദ്യമായിട്ട് ജോലി കിട്ടിയതും എന്ത് ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്? എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയത് 07. അത് ഇംഗ്ലീഷ് അല്ലേ? 2007 ഇംഗ്ലീഷ് ആവുന്നേ. 2017 അത് ഇംഗ്ലീഷ്. 2007 അത് കട്ട് ചെയ്തേ. എനിക്ക് കിട്ടിയത് നല്ല ജോലിയായിരുന്നു. പൈസ പിരിക്കുന്ന ജോലിയായിരുന്നു. ഫിനാൻസ് ആയിരുന്നു. അതിനെ പറഞ്ഞപ്പോ പൈസ പിരിക്കുന്ന കൺഫ്യൂഷൻ. ഓക്കെ. അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചിന്റെ ഭാര്യ വീട്ടില് ആരൊക്കെയുണ്ട്? എന്റെ അമ്മായിപ്പൻ, അമ്മായിമ്മ, ഒരു സഹോദരി, രണ്ട് സഹോദരി, ഒരു ഭാര്യ. ഒരു ഭാര്യ. ഓക്കെ. ഭാര്യ വീടിനെ ഒന്ന് വിസ്തരിക്കാം. എങ്ങനെയാണ് അതിന്റെ ചുറ്റുവട്ടവും വീടും കാര്യങ്ങളും ഒക്കെ? വിസ്തരിക്കാൻ ചുറ്റും വെള്ളപ്പൊക്കം പോലെ കിടക്കുന്ന എവിടെയോ നല്ല സ്ഥലമാണ്. വെള്ളപ്പൊക്കമുള്ള സ്ഥലം, പക്ഷെ നല്ല സ്ഥലമാണ്. കുഞ്ച. പിന്നെ ഇതൊന്നും പറയാനില്ല ഭാര്യ വീടിനെ പറ്റി. വേറെ ഒന്നും പറയാം. അപ്പൊ ഇതേതായാലും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. സാമ്പാർ റെസിപ്പി പറയും. അതിന് പാത്രം എടുക്കുക, അതിൽ ടൊമാറ്റോ ഇട്ട് കഴുകുക, അത് വേവിക്കാൻ വെക്കുക തീയില്. പിന്നെ പരിപ്പിടുക, അതിന് പച്ചക്കറി ഇടുക. തീക്കകത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് പരിപ്പിടുന്നത്. എവിടുന്നാണ് തീ വരുന്നത്? തീ വരുന്നത് ആവിയിൽ വരും. അല്ലാതെ ഇവിടുത്തെ ആൾക്കാര് ഇതിൽ കൂടെ ഒരു വാക്ക് പറയല്ല, പൈപ്പിൽ കൂടെ തരും. അപ്പൊ രണ്ടായി. മുളകുപൊടി, മല്ലിപ്പൊടി, കായപ്പൊടി എല്ലാം ഇളക്കി പാത്രത്തിനകത്ത് ആക്കി കഴിക്കുക. ലാസ്റ്റ് കടുക് വറക്കും. ലാസ്റ്റ് 3 എണ്ണമായി. ഇനി ഞങ്ങൾ അവസാനം എന്ന് പറയണായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വർഷത്തിലാണ് UK-ലോട്ട് വന്നതും എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, എവിടോട്ട് വന്നു? ഞാൻ ആദ്യമായിട്ട് വന്നത്
ഒന്നാമത് 21. പിന്നെ വിമാനം കയറി വന്നു. എവിടെ ഞാൻ നമ്മൾ തിരുവനന്തപുരത്ത്. എങ്ങോട്ട്? അത് ഇവിടുത്തെ ഈ രാജ്യത്തിന് ഇംഗ്ലീഷ് അല്ലാതെ വേറൊരു രാജ്യത്തിന്റെ പേര് പറയാൻ കുഴപ്പമില്ല. ഈ രാജ്യത്തിന് വേറൊരു പേരില്ല. ഇംഗ്ലീഷ് പറയാൻ സ്ഥലപ്പേര് ഇംഗ്ലീഷ് പറയാം. യുകെയിലോട്ട് വന്നു. പറയാം. യുകെയിലോട്ട് വന്നു. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വീട്ടിലോട്ട് വന്നത്? ആരാണ് കൂട്ടാൻ വന്നതും എങ്ങനെയാണ് വീട്ടിലോട്ട് ആദ്യമായിട്ട് വന്നത്? വീട്ടിലോട്ട് ഇവിടെ എല്ലാ കുട്ടികളിലും വന്നത് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പുള്ളി എന്നെ കെട്ടിക്കൊണ്ടുവന്നു. കൂട്ടുകാരൻ മാത്രമേ ഉള്ളായിരുന്നു? കൂട്ടുകാര് എന്റെ കെട്ടികളുണ്ടായിരുന്നു. വൈഫ് കെട്ടികളുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ വീട്ടിലോട്ട് തന്നെ? അത് വണ്ടിയില്. ഏത് വണ്ടിയില്? ഇവിടെ ഓടുന്ന വണ്ടിയില്ല. പിന്നെ ഏത് വണ്ടി? ഇവിടെ നിങ്ങൾക്ക് എത്രയോ വണ്ടി ഓടുന്നുണ്ട്. ട്രക്കുണ്ട്, കാറുണ്ട്, ഇവിടെ ബൈക്കുണ്ട്, ട്രെയിനുണ്ട്, ബസ്സുണ്ട്. കാറില് കഴിഞ്ഞു 4 ചക്രമുള്ള വാഹനമെന്ന് പറയാം. ഞങ്ങള് 4 ലാസ്റ്റ് പറഞ്ഞു. ഔട്ടായി. സ്വാഭാവികമായിട്ട് ഞാൻ ജയിച്ചു. അതെ, എന്നാലും സ്റ്റിൽ. ഓക്കെ, എന്നാ പറ, ഇനി എന്നോട് ചോദിച്ചു. ഇവിടെ വന്ന് നീ ഏത് ആശുപത്രിയിലോട്ട് എങ്ങനെയാ പോയത്? ഏത് ആശുപത്രി? വർക്കിംഗ്. നിനക്ക് ഈ എവിടെയാണ് ജോലി? എനിക്ക് എങ്ങനെ ജോലി കിട്ടി? ഇവിടെ എനിക്ക് ജോലി കിട്ടിയത് ഞാൻ നാട്ടിലായിരുന്നപ്പോഴായിരുന്നു എനിക്ക് ഇവിടുത്തെ ജോലിക്കുള്ള അവസരം കിട്ടിയത്. അത് നമ്മളിങ്ങനെ മുഖാമുഖം കാണുന്ന ഒരു സംഭവം അല്ലായിരുന്നു. അത് ഇവിടുത്തെ രാജ്യക്കാരും ഞാൻ നാട്ടിലിരുന്ന് നമുക്ക് എന്തായാലും പറയാ സജീവം അങ്ങനെ ഒരു സംഭവം എല്ലാവരും കൂടെയാണ് എനിക്ക് തെരഞ്ഞെടുപ്പ് കിട്ടിയതും എനിക്കിവിടെ ജോലി കിട്ടിയതും. ഞാൻ 2020 ആയപ്പോൾ ഞാൻ ഇവിടെ എത്തി. ദൈവാധീനം കൊണ്ട്. അടുക്കള നീ എങ്ങനെയാ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്? അടുക്കള വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് പാചകം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വൃത്തിയാക്കാനും കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് അടുക്കള വൃത്തിയാക്കിയിടുന്നത്. പിന്നെ മാത്രമല്ല, പാചകം എല്ലാം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ആ ഒരു സ്ഥലമെല്ലാം നല്ലപോലെ വൃത്തിയാക്കി തൂത്തുവാരി തുടച്ചിടുക. എടുക്കുന്ന സാധനം അപ്പം തന്നെ നമ്മൾ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അടുക്കള അതുപോലെ തന്നെ ഇരിക്കും. പിള്ളേരുടെ ഡ്രസ്സുകളൊക്കെ എങ്ങനെയൊക്കെയാ വൃത്തിയായി സൂക്ഷിക്കുന്നത്? പിള്ളേരുടെ ഡ്രസ്സ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് തുണികൾ, പിള്ളേരുടെ ഉടുപ്പുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് നമ്മൾ കഴുകി ഉണക്കി മടക്കി വൃത്തിയായിട്ട് നമ്മൾ വെക്കേണ്ട സ്ഥാനത്ത് വെക്കുക. അത് ഈ 2 കഥ അടയ്ക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അലമാരക്കകത്ത് വെക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. നമ്മുടെ ഒരു കൂട്ടുകാരെ വീട്ടിൽ വന്ന് അവരെ എങ്ങനെയാ കെയർ ചെയ്യുന്നത്? കൂട്ടുകാര് വീട്ടിൽ വന്നാൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ അവരോട് ഇരിക്കാൻ പറയുക. പിന്നെ അവരോട് കാര്യങ്ങൾ ചോദിക്കുക, സംസാരിക്കുക. പിന്നെ ചായയുടെ സമയമാണെങ്കിൽ ചായ ഇടുക. ചായ മലയാളത്തിൽ ചായ തന്നെ ഇല്ലേ പറയും, ഇംഗ്ലീഷിലേക്ക് വേറെ വാക്കുണ്ട്. അപ്പൊ നമ്മള് ചായ ഉണ്ടാക്കുക. പിന്നെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അതും നമ്മള് കൊടുക്കുക. കാര്യം പറയുന്നു, സന്തോഷമായിട്ട് എല്ലാവരും അവരവരുടെ ഭവനത്തിൽ ലാസ്റ്റിൽ പോകുന്നു. അങ്കിൾ 4 രണ്ടുപേരും തൊട്ട് ഓക്കെ. അപ്പൊ ഗെയിം ഇവിടെ കഴിഞ്ഞു. ഞാൻ 3 തെറ്റിച്ചു, 4 തെറ്റിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ ജയിച്ചു ഈ പ്രാവശ്യവും. കഴിഞ്ഞ പ്രാവശ്യത്തെ എഡിറ്റിംഗ് ചാലഞ്ചിലും ഞാനായിരുന്നു, ഈ പ്രാവശ്യത്തെ ഗെയിമിംഗ് ചാലഞ്ചിലും. അല്ലെങ്കിൽ ചാലഞ്ച് അല്ല, ഇതൊരു ഗെയിമിംഗ് വീഡിയോ ആയിരുന്നു, അവിടെയും ഞാൻ തന്നെ ജയിച്ചു. അടുത്ത പ്രാവശ്യം എങ്കിലും ഒന്ന് പിക്കപ്പ് എടുക്കും.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ ബൈ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്തുമാത്രം ഇഫക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഗെയിമിംഗ് ഇതൊക്കെ നടത്തുന്നതും ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ. സോ അതിൻ്റേതായ കുറച്ച് ലാഗിങ്ങും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, എനിക്കറിയാം. എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഇറ്റ്, അതർവൈസ് സ്കിപ്പ് ചെയ്യുക, നോ വറീസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ, ടേക്ക് കെയർ.